മുറിവുകൾ ഉള്ളിലാണ്. നിങ്ങൾക്ക് എന്തുകൊണ്ടിപ്പോഴും വേദനിക്കുന്നു? കാൾ ജങ് രഹസ്യങ്ങൾ. പിടികിട്ടാത്ത ആ വേദന. എത്ര ശ്രമിച്ചിട്ടും നിങ്ങൾക്ക് വിമർശനങ്ങളെയും തോൽവികളെയും വഞ്ചനകളെയും ഒരു പോറൽ പോലും ഏൽക്കാതെ നേരിടാൻ കഴിയുന്നില്ലേ? പുറമെ ചിരിച്ച് അഭിനയിക്കുമ്പോഴും ഉള്ളിൽ നിങ്ങളെ കാർന്നു തിന്നുന്ന ശാന്തമായ വേദന ഇല്ലാതാക്കാൻ നിങ്ങൾ ആഗ്രഹിച്ചിട്ടില്ലേ? എല്ലാവരെയും തൃപ്തിപ്പെടുത്തി എപ്പോഴും ശക്തനായി നിൽക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു നിമിഷം ആ പ്രഷർ ഒന്ന് ഇറുക്കി വയ്ക്കാൻ തോന്നാത്തവരുണ്ടോ? നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു സത്യം ഞാൻ പറയട്ടെ. നിങ്ങൾ വേദനകളെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നിടത്തോളം കാലം അത് നിങ്ങളെ നിയന്ത്രിച്ചുകൊണ്ടേയിരിക്കും. ഒളിക്കാനുള്ള നിങ്ങളുടെ ഓരോ ശ്രമവും മറ്റുള്ളവരുടെ വാക്കുകൾക്കും നിരാശപ്പെടുത്തുന്ന പ്രവൃത്തികൾക്കും ഉള്ളിൽ കൊല്ലുന്ന നിശബ്ദതകൾക്കും നിങ്ങളെ ഒരു ബന്ദിയാക്കി നിർത്തുകയാണ്. ഈ ലോകത്തിന്റെ മുമ്പിൽ വിറയ്ക്കാത്ത ഒരാളാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒളിച്ചോടുന്ന ഒരു രഹസ്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇതൊരു മാൻഡേറ്ററി ട്രാൻസ്ഫോർമേഷനാണ്. വിഖ്യാതനായ ഡെപ്ത് സൈക്കോളജിസ്റ്റായ കാൾ ജങ് പറഞ്ഞത് ശ്രദ്ധിക്കുക. നമുക്ക് സംഭവിക്കുന്ന കാര്യങ്ങളല്ല മറിച്ച് നമ്മൾ എന്തായി തീരാൻ തിരഞ്ഞെടുക്കുന്നു എന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ലോകത്തിൽ നിന്നും സ്വയം അടച്ചുപൂട്ടുക എന്നതല്ല യഥാർത്ഥ ശക്തി. തണുത്ത മനസ്സുള്ളവനോ പ്രതികരണമില്ലാത്തവനോ ആവുകയുമല്ല വേണ്ടത്. നിങ്ങൾക്കിപ്പോൾ വേദനയുണ്ടാക്കുന്ന എല്ലാ കാര്യങ്ങളെയും വെളിച്ചത്തേക്ക് കൊണ്ടുവരിക എന്നതാണ് ഏറ്റവും പ്രധാനം. നിങ്ങൾ അറിയുക, യഥാർത്ഥ ശക്തി എന്നത് വേദനയുടെ അഭാവമല്ല, മറിച്ച് മുറിവേറ്റ അവസ്ഥയിലും നിങ്ങൾ ആരാണെന്ന് പൂർണ്ണമായി തിരിച്ചറിയുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. കാരണം മറ്റുള്ളവർക്ക് നിങ്ങളുടെ മേൽ എങ്ങനെയോ ഒരു വൈകാരിക ആധിപത്യം അഥവാ ഇമോഷണൽ ഡിസഡ്വാൻറ്റേജ് ഉണ്ടെന്ന് നിങ്ങൾക്ക് എപ്പോഴും തോന്നുന്നുണ്ടാകാം. അതങ്ങനെ ആകേണ്ട കാര്യമില്ല. പക്ഷെ അതിന് നിങ്ങൾ ചില കഠിനമായ സത്യങ്ങൾ നേരിടേണ്ടി വരും. ഒരുപക്ഷെ ഈ വേദനയാണ് നിങ്ങളെ സ്വതന്ത്രനാക്കാൻ പോകുന്നത്. തുടങ്ങാം. ഇങ്ങനെ ശക്തനാവാനുള്ള നിങ്ങളുടെ യാത്രയിൽ ഏറ്റവും പുതിയ സൈക്കോളജിക്കൽ അറിവുകളും സെൽഫ് ഹെൽപ്പ് ആശയങ്ങളും വേഗത്തിൽ നേടേണ്ടത് അത്യാവശ്യമാണ്. എന്നാൽ വലിയ പുസ്തകങ്ങൾ വായിക്കാൻ സമയം കിട്ടുന്നില്ല അഥവാ വായിക്കുന്നത് മടുപ്പാണെങ്കിൽ ഇതാ നിങ്ങൾക്കായുള്ള പരിഹാരം. ഓഡിയോ ബുക്കുകൾ, ബുക്ക് സമ്മറികൾ, കഥകൾ, സൈക്കോതെറാപ്പി വിഷയങ്ങളെല്ലാം ഇനി നിങ്ങളുടെ മലയാളത്തിൽ ലഭ്യമാണ്. വായനയുടെ ബുദ്ധിമുട്ട് ഒഴിവാക്കി ഏതൊരു സെൽഫ് ഹെൽപ്പ് പുസ്തകത്തിന്റെയും മുഴുവൻ ആശയങ്ങളും കേട്ടുകൊണ്ട് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു മലയാളം ഓഡിയോ ബുക്ക് സമ്മറി ആപ്പാണ് ധ്വനി. നിങ്ങളുടെ കരിയർ മെച്ചപ്പെടുത്തുന്നതിനോ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനോ അല്ലെങ്കിൽ കൂടുതൽ ഊർജ്ജസ്വലത നേടുന്നതിനോ ആകട്ടെ, ധ്വനിയിൽ നിങ്ങൾക്കായി എന്തെങ്കിലും ഉണ്ടാകും. ഈ ഓഡിയോ സമ്മറികളിലൂടെ ഡെയിൽ കാർണിഗി, സ്റ്റീഫൻ കോവി തുടങ്ങിയ സ്വാധീനമുള്ള വ്യക്തികളുടെ പഠിപ്പിക്കലുകൾ നിങ്ങളുടെ സ്വന്തം ഭാഷയിൽ വേഗത്തിൽ മനസ്സിലാക്കാം. ഇത് മികച്ച തീരുമാനങ്ങൾ എടുക്കാനും കൂടുതൽ വിജയകരമാവാനും സന്തോഷകരമായ ജീവിതം നയിക്കാനും നിങ്ങളെ സഹായിക്കും. 1. വേദനയുടെ യഥാർത്ഥ ഉറവിടം പുറത്തല്ല, അകത്താണ്. നിങ്ങൾ വിശ്വസിക്കുന്നത് നിങ്ങൾക്ക് വേദന നൽകുന്നത് പുറത്തുള്ള കാര്യങ്ങളാണെന്നാണ്. മറ്റൊരാളുടെ മോശം വാക്കുകൾ, ഒഴിവാക്കലുകൾ, പ്രതീക്ഷിക്കാത്ത വഞ്ചനകൾ. എന്നാൽ സത്യം ഇതിലും ഭീകരമാണ്. ഉള്ളിലൊരു മുറിവ് ഇതിനകം ഇല്ലെങ്കിൽ പുറമേ ഒന്നിനും നിങ്ങളെ വേദനിപ്പിക്കാൻ യഥാർത്ഥത്തിൽ കഴിയുക തന്നെയില്ല. നിങ്ങൾക്ക് വേദനിക്കുന്നത് മറ്റുള്ളവർ നിങ്ങളോട് ചെയ്യുന്നതുകൊണ്ടല്ല, മറിച്ച് ആ അനുഭവങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ എന്താണ് ഉണർത്തുന്നത് എന്നതിലാണ്. നിങ്ങൾ സ്വയം പറയുന്ന കഥയാണ് നിങ്ങളുടെ വേദന. അഭിമാനം കൊണ്ടും എല്ലാം ഓക്കെയാണെന്ന് വിചാരിക്കാനുള്ള വാശി കൊണ്ടും നിങ്ങൾ ഒളിപ്പിച്ച പഴയ ട്രോമയാണത്. ജങ് പറയുന്നു, നാം ബാഹ്യലോകത്ത് അനുഭവിക്കുന്ന വേദന നമ്മുടെ ആന്തരിക ലോകത്തിൽ ഇപ്പോഴും ഇന്റഗ്രേറ്റ് ചെയ്യപ്പെടാത്ത കാര്യങ്ങളുടെ ഒരു പ്രതിഫലനം മാത്രമാണ്. ഒരു ചെറിയ കമന്റ് കേട്ട് ചിലർ തകരുമ്പോൾ മറ്റു ചിലർ ഭയാനകമായ സാഹചര്യങ്ങളെ പോലും വ്യക്തതയോടെ നേരിടുന്നത് അതുകൊണ്ടാണ്. എന്താണ് സംഭവിക്കുന്നത് എന്നതിലല്ല കാര്യം, അത് എവിടെയാണ് നിങ്ങളെ മുറിവേൽപ്പിക്കുന്നത് എന്നതിലാണ്. കൺട്രോൾ എന്ന മിഥ്യാധാരണ. നിങ്ങൾ ഇപ്പോഴും ഒരുപാട് കഷ്ടപ്പെടാൻ കാരണം ലോകം നിങ്ങളോട് എങ്ങനെ പെരുമാറണം എന്ന് നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നതാണ്. നിങ്ങൾ നല്ലവനാകാൻ, മിടുക്കനാകാൻ, ശക്തനാകാൻ ശ്രമിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആരും വേദനിപ്പിക്കില്ല എന്ന് കരുതുന്നു. പക്ഷെ നിയന്ത്രണം ഒരു മിഥ്യയാണ്. നിങ്ങൾ അതിൽ മുറുകെ പിടിക്കുമ്പോൾ പ്രവചിക്കാനാവാത്തതിനെ പ്രവചിക്കാൻ ശ്രമിച്ചുകൊണ്ട് നിങ്ങൾ നിരന്തരം ടെൻഷനിൽ ജീവിക്കുന്നു. ദുരിതം അവസാനിപ്പിക്കണമോ? എങ്കിൽ ദുരിതത്തിൽ നിന്ന് സ്വയം രക്ഷിക്കാൻ ശ്രമിക്കുന്നത് നിർത്തുക. നിങ്ങൾക്ക് കൂടുതൽ നിയന്ത്രണമല്ല വേണ്ടത്,
കൂടുതൽ ബോധമാണ്, അവയർനെസ്. നിങ്ങളുടെ വേദന ഇല്ലാതാക്കാൻ മറ്റുള്ളവർ മാറണമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നിടത്തോളം കാലം നിങ്ങൾ മറ്റുള്ളവരുടെ പ്രവൃത്തികൾക്ക് അടിമകളായി തുടരും. നിങ്ങളുടെ സ്വാതന്ത്ര്യം തുടങ്ങുന്നത് പുറത്തുനിന്ന് വരുന്ന എല്ലാത്തിനും നിങ്ങളുടെ ഉള്ളിൽ ഒരു പ്രതിധ്വനി ഉണ്ടെങ്കിൽ മാത്രമേ ശക്തി ഉണ്ടാകൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്ന നിമിഷമാണ്. 2. ഉപബോധ മനസ്സ്, വിധി എന്ന് നിങ്ങൾ വിളിക്കുന്നത്. നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ കൈപ്പിടിയിലാണെന്ന് നിങ്ങളോട് പറഞ്ഞത് ഏറ്റവും വലിയ നുണയാണ്. നിങ്ങളിപ്പോൾ ഓട്ടോ പൈലറ്റിൽ ജീവിക്കുന്നിടത്തോളം എന്തിനാണ് പ്രതികരിക്കുന്നതെന്നോ എവിടെ നിന്നാണ് ഈ വികാരങ്ങൾ വരുന്നതെന്നോ അറിയാതെ തീരുമാനങ്ങൾ എടുക്കുന്നിടത്തോളം നിങ്ങൾ നിയന്ത്രണത്തിലല്ല. യൂങ് വളരെ വ്യക്തമായി പറഞ്ഞു, ഉപബോധ മനസ്സിനെ ബോധമനസ്സാക്കി മാറ്റുന്നതുവരെ അത് നിങ്ങളുടെ ജീവിതത്തെ നയിക്കുകയും അതിനെ നിങ്ങൾ വിധി എന്ന് വിളിക്കുകയും ചെയ്യും. നിങ്ങൾക്കിപ്പോൾ തോന്നുന്ന വേദന, പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന ദേഷ്യം, കാരണമില്ലാത്ത വിഷാദം, ഇതൊന്നും ആകസ്മികമല്ല. അവ മറന്നുപോയ, അവഗണിക്കപ്പെട്ട, അടിച്ചമർത്തപ്പെട്ട നിങ്ങളുടെ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന സന്ദേശങ്ങളാണ്. നിങ്ങൾക്ക് വേദനയുണ്ടാക്കുന്ന ചില വാക്കുകൾ മറ്റുള്ളവർക്ക് ബാധകമല്ലാത്തത് എന്തുകൊണ്ടാണ്? കാരണം ആ വാക്കുകൾ നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോഴും സജീവമായി കിടക്കുന്ന സെൻസിറ്റീവ് പോയിന്റുകളിൽ സ്പർശിക്കുന്നു. നിങ്ങൾ അവയെ നേരിട്ടിട്ടില്ല, പകരം മനഃശാസ്ത്രപരമായ പരവതാനിക്കടിയിലേക്ക് ഒതുക്കി. ഇപ്പോൾ നിങ്ങൾ അതിൽ തട്ടി വീഴുന്നു. യൂങ് പറഞ്ഞു, നമുക്ക് സ്വീകരിക്കാൻ കഴിയുന്നതുവരെ ഒന്നിനെയും മാറ്റാൻ കഴിയില്ല. കുറ്റപ്പെടുത്തൽ മോചിപ്പിക്കുന്നതല്ല, അത് അടിച്ചമർത്തുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ എന്ത് ചെയ്യാനാണ് ശ്രമിക്കുന്നത്? സ്വയം കുറ്റപ്പെടുത്തുക, അടിച്ചമർത്തുക, നിശബ്ദമാക്കുക. ഇതൊന്നും ഒരു പരിഹാരമല്ല. നിങ്ങൾ ഉപബോധ മനസ്സിൽ നിന്ന് ഒളിച്ചോടുന്നത് നിർത്തുക. നിങ്ങൾ അതിനെ അറിയാതിരിക്കുന്നിടത്തോളം നിങ്ങൾ നിങ്ങളുടെ വികാരങ്ങളുടെ കൈപ്പിടിയിലായിരിക്കും. പുറത്തുള്ള വേദനയിൽ നിന്ന് സ്വയം സംരക്ഷിക്കാൻ ശ്രമിക്കുന്തോറും നിങ്ങൾ ആന്തരിക വേദനയ്ക്ക് കൂടുതൽ ഇരയാകുന്നു. 3. അപ്രതിരോധികനാവുക. കവചത്തിലല്ല, സ്വീകരിക്കുക എന്നതാണ്. വേദനിക്കാതിരിക്കാനുള്ള ഏക വഴി സ്വയം അടച്ചുപൂട്ടുക എന്നതാണെന്ന് മിക്കവരും വിശ്വസിക്കുന്നു. അവർ മതിലുകൾ പണിയുന്നു, മാസ്കുകൾ ധരിക്കുന്നു, എനിക്കിപ്പോൾ ഒരു വിഷയവുമില്ല എന്ന് പറയുന്നു. പക്ഷെ ഉള്ളിലവർ ചോരയൊലിക്കുന്നു. വൈകാരികമായി ശക്തനാകുക എന്നാൽ തണുത്തവനാകുക എന്നല്ല അർത്ഥം. അത് വേദനയെ അവഗണിക്കുകയോ സംഘർഷങ്ങളെ ഒഴിവാക്കുകയോ ശ്രദ്ധിക്കാത്തതായി നടിക്കുകയോ അല്ല. മറിച്ച് നിങ്ങൾ ഒളിച്ചുവെച്ച എല്ലാ കാര്യങ്ങളെയും സ്വീകരിക്കുക എന്നതാണ്. ലോകത്തിനും നിങ്ങൾക്കുമിടയിൽ ഒരു മതിലുണ്ടാക്കുന്നതിലൂടെ നിങ്ങൾ അപ്രതിരോധനാവുന്നില്ല. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ സ്വീകരിച്ച ഒന്നിനെയും മറ്റാർക്കും സ്പർശിക്കാൻ കഴിയില്ല എന്ന് തിരിച്ചറിയുന്നതിലൂടെയാണ് നിങ്ങൾ അപ്രതിരോധനാകുന്നത്. നിങ്ങളുടെ ദുർബലതകളെ, ഭയങ്ങളെ, കുറവുകളെ നിങ്ങളുടെ ഭാഗമായി അംഗീകരിക്കുമ്പോൾ നിങ്ങൾ ഓരോന്നിനോടും പ്രതികരിക്കുന്നത് നിർത്തുന്നു. നിങ്ങൾ തിരഞ്ഞെടുക്കാൻ തുടങ്ങുന്നു. നിങ്ങൾ ഇനിയൊരു വൈകാരിക പാവയല്ല. അതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം. യൂങ് ഇതിനെ വ്യക്തിവൽക്കരണം എന്ന് വിളിച്ചു. നിങ്ങൾ യഥാർത്ഥത്തിൽ ആരാണോ അതായിത്തീരുന്ന പ്രക്രിയ. നിങ്ങൾ മികച്ച വ്യക്തിയാകേണ്ടതില്ല, നിങ്ങൾ പൂർണ്ണനാകണം. നിങ്ങളോട് ആരും പറയാത്ത രഹസ്യം ഇതാണ്: വേദനയിൽ നിന്ന് നിങ്ങൾ എത്രത്തോളം ഓടിപ്പോകുന്നുവോ അത്രത്തോളം അത് നിങ്ങളെ പിന്തുടരുന്നു. നിങ്ങൾ എത്രത്തോളം ബാധിക്കപ്പെടാതിരിക്കാൻ ശ്രമിക്കുന്നുവോ അത്രത്തോളം നിങ്ങൾ ദുർബലനാകുന്നു. നിങ്ങളുടെ മുറിവുകളെ നിങ്ങൾ നേരിടുമ്പോൾ, നിങ്ങളുടെ ഭംഗിയും വൈരൂപ്യവും എല്ലാമുള്ള നിങ്ങളെ നിങ്ങൾ സ്വീകരിക്കുമ്പോൾ, പുറത്തുനിന്നുള്ള ഒന്നിനും നിങ്ങളെ തകർക്കാൻ കഴിയില്ല. 4. പരിവർത്തനത്തിന്റെ വാതിൽ. വേദനയെ ഭയപ്പെടാതിരിക്കുക. ചെറുപ്പം മുതലേ നമ്മെ പഠിപ്പിച്ചത് വേദന ദൗർബല്യമാണെന്നാണ്. ഓടാനും നിഷേധിക്കാനും ഒഴിവാക്കാനും നമ്മൾ പഠിച്ചു. എന്നാൽ അവഗണിക്കപ്പെട്ട വേദന അപ്രത്യക്ഷമാകുന്നില്ല. അത് നിങ്ങളുടെ ഉള്ളിൽ തുരങ്കങ്ങൾ ഉണ്ടാക്കുന്നു. ഒരു ദിവസം ഒരു മുന്നറിയിപ്പുമില്ലാതെ എല്ലാം തകരുന്നതുവരെ. മാറ്റം വേദനാജനകമാണ്, വളർച്ച വേദനാജനകമാണ്. പഴയ വിശ്വാസങ്ങളെ വിട്ടുകളയുന്നത് ഒരു മരണവും പുനർജന്മവുമാണ്. പക്ഷേ ഈ നശീകരണത്തിന്റെ ഇടയിലാണ് ഒരു പുതുതിന് ജനിക്കാൻ കഴിയുന്നത്. നിങ്ങളുടെ ദുർബലതയെ വേദന തുറന്നു കാട്ടുമ്പോൾ സംരക്ഷണത്തിന്റെ കവചങ്ങളില്ലാതെ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ കാണാൻ കഴിയുന്നു. ആ നിമിഷത്തിൽ ദുരിതം പവിത്രമായി മാറുന്നു. കാരണം നിങ്ങളെ സ്വതന്ത്രനാക്കാൻ കഴിയുന്ന ഒന്നിനു മുൻപിൽ അത് നിങ്ങളെ മുട്ടുകുത്തിക്കുന്നു. ദ ഫൈനൽ ഷീൽഡ്. നിങ്ങൾ ഇത്രയും ദൂരം എത്തിയ സ്ഥിതിക്ക് ഒരു കാര്യം വ്യക്തമാക്കട്ടെ: നിങ്ങളുടെ ഉള്ളിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾ ബോധവാനല്ലെങ്കിൽ പുറത്തു നിന്നുള്ള കഷ്ടപ്പാടുകളിൽ നിന്ന് ഒന്നിനും നിങ്ങളെ രക്ഷിക്കാൻ കഴിയില്ല. നിങ്ങൾ ഉണരുന്നതുവരെ വാക്കുകൾ മുറിവേൽക്കും, നഷ്ടങ്ങൾ നിങ്ങളെ തളർത്തും. കാൾ ജങ് പറഞ്ഞു, നിങ്ങൾ എന്തിനെയാണോ ചെറുക്കുന്നത് അത് നിലനിൽക്കുന്നു. നിങ്ങൾ എന്തിനെയാണോ അംഗീകരിക്കുന്നത്
അത് രൂപാന്തരം പ്രാപിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ ഭയങ്ങളെ, കുറവുകളെ, പാറ്റേണുകളെ, മുറിവുകളെ മനസ്സിലാക്കുമ്പോൾ മറ്റുള്ളവരുടെ പ്രവൃത്തികൾക്ക് നിങ്ങളെ നശിപ്പിക്കാനുള്ള ശക്തി നഷ്ടപ്പെടുന്നു. നിങ്ങൾ ഇപ്പോഴും അനുഭവിക്കുന്നു, പക്ഷെ നിങ്ങൾ മുങ്ങിപ്പോകുന്നില്ല. നിങ്ങൾ ഇപ്പോഴും കഷ്ടപ്പെടുന്നു, പക്ഷെ നിങ്ങളെ നഷ്ടപ്പെടുത്തുന്നില്ല. ബോധമാണ് നിങ്ങളുടെ യഥാർത്ഥ പ്രതിരോധശേഷി. ജീവിതത്തിൽ നിന്ന് സ്വയം സംരക്ഷിക്കുന്നതിലല്ല നിങ്ങളുടെ ശക്തി, മറിച്ച് അതിലേക്ക് ആഴത്തിൽ മുഴുകുന്നതിലാണ്. ഉപരിതലത്തിൽ ജീവിക്കുന്നവരെ ഏത് തിരമാലയും വേദനിപ്പിക്കും. ആഴത്തിൽ മുങ്ങുന്നവർക്കറിയാം അവിടെയാണ് ശാന്തതയും സ്ഥിരതയും ശക്തിയും ഉള്ളതെന്ന്. ഈ വീഡിയോ നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും ഉണർത്തിയെങ്കിൽ താഴെ കമന്റ് ചെയ്യുക, ഐ ചൂസ് അവയർനെസ് എന്ന്. ശക്തനാണെന്ന് അഭിനയിച്ച് അതിജീവിക്കുന്നതിന് പകരം സത്യസന്ധമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ ഒരു മുന്നേറ്റം നമുക്ക് തുടങ്ങാം. യഥാർത്ഥ പരിവർത്തനം ആദ്യ പടിയിൽ നിർത്താതിരിക്കുമ്പോഴാണ് ആരംഭിക്കുന്നത്. അവിടെ കാണാം.